വർഷങ്ങളോളം നീണ്ട സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്കും ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കുമൊടുവിൽ പശ്ചിമബംഗാളിൽ ബി.ജെ.പി. ചരിത്രപരമായ വിജയത്തോടെ അധികാരം പിടിച്ചെടുത്തു. 294 അംഗങ്ങളുള്ള നിയമസഭയിൽ 200-ലധികം സീറ്റുകൾ സ്വന്തമാക്കിയാണ് ഈ മുന്നേറ്റം സാധ്യമാക്കിയിരിക്കുന്നത്. ഈ വിജയം പാർട്ടിക്ക് പുതിയ രാഷ്ട്രീയ ദിശയും ആത്മവിശ്വാസവും നൽകുന്നതിനോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന് തുടക്കമിടുന്നതായും വിലയിരുത്തപ്പെടുന്നു. ഫലം പുറത്തുവന്നതോടെ തന്നെ സംസ്ഥാനത്ത് അടുത്ത മുഖ്യമന്ത്രി ആരാകും, പ്രതിപക്ഷ നേതൃപദവി ആരെടുക്കും എന്ന ശക്തമായ ചോദ്യങ്ങൾ ഉയരുന്നു. ഇതിനിടെ മമതാ ബാനർജി പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന സൂചനകൾ നൽകിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത് ബംഗാൾ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കാനിടയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള നിരവധി പ്രമുഖ നേതാക്കളാണ് ബി.ജെ.പിയിലുള്ളത്. പ്രത്യേകിച്ച് ഈ തവണ വനിതാ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്ന സൂചനകളും ശക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യ പ്രചാരണ മുഖമാക്കിക്കൊണ്ടാണ് ബി.ജെ.പി. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. 20-ലധികം വൻ റാലികളിലും പൊതുയോഗങ്ങളിലും മോദി നേരിട്ട് പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലെയും വോട്ടർമാരെ സ്വാധീനിച്ചതായി പാർട്ടി അവകാശപ്പെടുന്നു. അതേസമയം ഈ പ്രചരണത്തിൽ വർഗീയത പ്രചരിപ്പിച്ചുവെന്ന ആരോപണം തൃണമൂൽ കോൺഗ്രസ് ശക്തമായി ഉന്നയിച്ചിരുന്നു. ബി.ജെ.പി. പ്രചാരണത്തിന്റെ പ്രധാന ആസൂത്രണങ്ങളിലൊന്നായിരുന്നു വനിതാ വോട്ടർമാരെ ആകർഷിക്കുന്നത്. സ്ത്രീ സുരക്ഷ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയെ മുൻനിർത്തിയാണ് പ്രചാരണം നടക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് വനിതാ മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നതെന്ന വിലയിരുത്തലുകൾ ഉയരുന്നത്. ഡൽഹിയിൽ രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രിയാക്കിയ മാതൃക ബംഗാളിലും പരീക്ഷിക്കാമെന്ന ആശയവും പാർട്ടി വൃത്തങ്ങളിൽ ചർച്ചയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുന്ന വനിതാ നേതാക്കളിൽ രൂപ ഗാംഗുലിയും അഗ്നിമിത്ര പോളിയും പ്രധാനപ്പെട്ടവരാണ്. അഗ്നിമിത്ര പോൾ ഒരു പ്രശസ്ത ഫാഷൻ ഡിസൈനറായും ബി.ജെ.പി. മഹിളാ മോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷയായും ശ്രദ്ധേയമാണ്. പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഉയർന്ന അവർ അസൻസോൾ സൗത്ത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. മറുവശത്ത് രൂപ ഗാംഗുലി രാജ്യസഭാ അംഗമായും പാർട്ടിയുടെ പ്രമുഖ വനിതാ മുഖമായും അറിയപ്പെടുന്നു. ഇതിനോടൊപ്പം പരിഗണിക്കുന്ന പുരുഷ നേതാക്കൾ സുവേന്ദു അധികാരി, സമീക് ഭട്ടാചാര്യ, നിതീഷ് പ്രമാണിക്, ദിലീപ് ഘോഷ് എന്നിവരാണ്. ഇവരിൽ ഓരോരുത്തർക്കും സംഘടനാ ശക്തിയും പ്രാദേശിക സ്വാധീനവും ഉള്ളതായി വിലയിരുത്തപ്പെടുന്നു. സുവേന്ദു അധികാരി ഒരു കാലത്ത് മമതാ ബാനർജിയുടെ അടുത്ത വിശ്വസ്തനായിരുന്നെങ്കിലും പിന്നീട് ബി.ജെ.പിയിലേക്ക് ചേക്കേറി പാർട്ടിയുടെ ബംഗാൾ മുഖമായി മാറുകയായിരുന്നു. എന്നാൽ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ വിവാദം അദ്ദേഹത്തിന് തിരിച്ചടിയായ ഘടകമായി തുടർന്നു. സമീക് ഭട്ടാചാര്യ RSSലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ നേതാവാണ്. വിവിധ സമൂഹങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിത്വമായും അറിയപ്പെടുന്നു. ദിലീപ് ഘോഷ് പാർട്ടിയിലെ ശക്തനായ നേതാവാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ചതും അദ്ദേഹമാണ്. അതേസമയം വിവാദ പരാമർശങ്ങൾ മൂലം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയ വ്യക്തിയുമാണ്. നിതീഷ് പ്രമാണിക്കും യുവജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവായി വിലയിരുത്തപ്പെടുന്നു. ഇങ്ങനെ നിരവധി പേരുകൾ പരിഗണനയിലുള്ള സാഹചര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം ആലോചിച്ച് ഒരു സമവായ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കും അംഗീകരിക്കാവുന്ന നേതാവിനെ തെരഞ്ഞെടുത്ത് ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ സന്ദേശം നൽകാനാണ് ബി.ജെ.പി. ശ്രമിക്കുക എന്നതാണ് പൊതുവായ വിലയിരുത്തൽ. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ബി.ജെ.പിയുടെ അപ്രമാദിത്വമാണ് ഓരോ സംസ്ഥാനങ്ങളിലും കാണുന്നത്. ഇതുവരെ ഭരണം പിടിക്കാൻ കഴിയാതിരുന്ന ബംഗാളിൽ ബി.ജെ.പി. തകർത്താടുകയാണ്. മമതയുടെ കോട്ടയായ ഭവാനിപൂരിൽ കടന്നുചെന്ന് മമതയെ 15,000 വോട്ടുകൾക്ക് തോൽപ്പിച്ച് ഇറങ്ങിവന്ന സുവേന്ദു അധികാരി എന്ന ബി.ജെ.പിയുടെ ഭാവി ബംഗാൾ മുഖ്യമന്ത്രി ഓരോ ബംഗാളിക്കും ഹരമായിരിക്കുന്നു. തന്റെ കോട്ടയായ നന്ദിഗ്രാമിൽ 9,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനും കൂടി ജയിച്ചതോടെ ഇക്കുറി സുവേന്ദു അധികാരി മത്സരിച്ച് 2 മണ്ഡലങ്ങളിലും വിജയിച്ചു. ധൈര്യമുണ്ടെങ്കിൽ ഭവാനിപൂരിൽ വന്ന് മത്സരിച്ച് എന്നെ തോൽപ്പിക്കുന്ന വെല്ലുവിളിച്ചത് മമതയാണ്. പക്ഷേ ആ വെല്ലുവിളി സ്വീകരിച്ച് സുവേന്ദു അധികാരി ഭവാനിപൂരിൽ മത്സരിക്കാനെത്തുമെന്ന് മമത കരുതിയില്ല. ഇത് പിണറായി വിജയനോട് ധൈര്യമുണ്ടെങ്കിൽ മലപ്പുറത്ത് വന്ന് മത്സരിക്കൂ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഭവാനിപൂരിൽ വിജയം കൊയ്യുകയും ചെയ്തു സുവേന്ദു അധികാരി. ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലെ ഏറ്റവും വലിയ വിസ്മയം പശ്ചിമബംഗാളാണ്. പതിറ്റാണ്ടുകളോളം ഇടതുപക്ഷവും പിന്നീട് 1.5 പതിറ്റാണ്ടോളം മമതാ ബാനർജിയും അടക്കിവാണ ബംഗാൾ മണ്ണിൽ ബി.ജെ.പി. അധികാരം പിടിച്ചെടുത്തു. ഒരു കാലത്ത് ഹിന്ദി ഹൃദയഭൂമിയിലെ പാർട്ടി എന്ന് മുദ്രകുത്തപ്പെട്ട ബി.ജെ.പി. ബംഗാളിലെ പ്രാദേശിക വികാരങ്ങളെയും തൃണമൂലിന്റെ ഉരുക്കുകോട്ടകളെയും തകർത്തെറിഞ്ഞാണ് ഈ വിജയം സ്വന്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.